ജൂന അഖാഡയുടെ മഹാമണ്ഡലേശ്വരായി അഭിഷേകം ചെയ്ത യുവ മലയാളി സന്യാസി സാധു ആനന്ദവനം ഭാരതിയാണ് പുത്തൻപുലരിയിൽ അതിഥിയായി ചേരുന്നത്. ആദ്യം തന്നെ സ്വാമി മഹാമണ്ഡലേശ്വരായി അങ്ങേ അഭിഷേകം ചെയ്തതിൽ ആശംസകൾ അറിയിക്കുകയാണ് ഞങ്ങൾ രണ്ടുപേരും. ഞാൻ വീണ, ഒപ്പം എന്നോടൊപ്പം രോഹിണിയും ഉണ്ട്. ഈ സാധു ഈ തരത്തിലൊരു സന്യാസി സമൂഹം അല്ലേ, അത് ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഈ അഖാഡകൾ സംബന്ധിച്ച് തന്നെ അത്ര അറിവ് ഒരുപക്ഷെ മലയാളികൾക്ക് ഇല്ല എന്ന് വേണമെങ്കിൽ മനസ്സിലാക്കാം. പൊതുവെ ഈ വിഷയത്തിൽ ധാരണ അവർക്ക് കുറവാണ്. ആദ്യമേ തന്നെ അത് ഒന്ന് വിശദമാക്കാമോ? ഈ അഖാഡകൾ എന്നാൽ എന്താണ്? ഭാരതത്തിലെ സന്യാസി പാരമ്പര്യത്തില് രണ്ട് ധാരകളുണ്ട്. ഒന്ന് മഠങ്ങളിലൂടെയുള്ളതും മറ്റൊന്ന് അഖാഡകളിലൂടെയുള്ളതും. മഠങ്ങളിലൂടെയുള്ള സന്യാസിമാര് ശാസ്ത്രധാരികളും ജ്ഞാനപന്ഥികളുമായിരിക്കുമ്പോൾ അഖാഡകളിലുള്ള സന്യാസിമാര് ശാസ്ത്രധാരികളും സാധനാപന്ഥികളുമായിരിക്കും. ധർമ്മ സംരക്ഷണത്തിനും ധർമ്മ പ്രചരണത്തിനും വേണ്ടിയിട്ട് സമർപ്പിക്കപ്പെട്ടതാണ് അഖാഡകളിലെ സന്യാസിമാരുടെ ജീവിതം. ധർമ്മ സംരക്ഷണത്തിന് വേണ്ടി വന്നാൽ ആയുധമെടുത്ത് പോരാടാൻ സജ്ജമായ ഒരു സൈന്യ സ്വഭാവത്തിൽ കൂടിയുള്ള സന്യാസി സമൂഹമാണ് അഖാഡകളുടേത്. ഞങ്ങളുടെ ഒരു പാരമ്പര്യത്തില് 13 അഖാഡകള് പൊതുവിലുണ്ട്. അത് 7 ശങ്കരാചാര്യരുടെ ദശനാമി പരമ്പരയിലും 3 വൈഷ്ണവ സമ്പ്രദായത്തിൽ വൈരാഗി അഖാഡകളും 3 ഉദാസീനുകൾ സിഖ് ഗുരുപരമ്പരയിൽ നിന്നും ഉദ്ഭവിച്ച ഉദാസീന അഖാഡകളുമാണ്. ഈ ദശനാമി അഖാഡകളുടെ സാധുക്കളെയാണ് നാഗ സാധുക്കൾ എന്ന് പറയുന്നത്. ശങ്കരാചാര്യ സ്വാമികള് ഒരു കയ്യിൽ മാലയും ഒരു കയ്യിൽ ഭാലയും, ആ ഭാല ആയുധവുമാണ് ദേവതയുമാണ്, തന്നുകൊണ്ട് ധർമ്മ സംരക്ഷണത്തിന് വേണ്ടി നിയോഗിച്ചു എന്നുള്ളതാണ് അഖാഡകളെ സംബന്ധിച്ചിടത്തോളമുള്ള അഖാഡകളുടെ ആരംഭത്തെ കുറിച്ചിട്ടുള്ള ചരിത്രം. സ്വാമി, അഖാഡകൾ എന്താണ് എന്നുള്ളത് വിവരിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് എല്ലാവർക്കും അറിയേണ്ടത് നാഗസന്യാസിമാരെ കുറിച്ചാണല്ലേ. പല ആക്ഷേപങ്ങളും നാഗസന്യാസിമാരെ കുറിച്ച് ഉയരുന്നുണ്ട്. എന്താണ് ഈ നാഗസന്യാസി എന്ന പദം കൊണ്ട് അല്ലെങ്കിൽ അവരുടെ ജീവിത രീതി കൊണ്ട് അർത്ഥമാക്കുന്നത്? നാഗ എന്ന് പറയുന്നത് പർവ്വതങ്ങളിൽ നിന്ന് ഉത്ഭവിച്ചു, അല്ലെങ്കിൽ പർവ്വതങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പ്രകൃതിയുമായി ബന്ധപ്പെട്ട് എന്നുള്ള ഒരു അർത്ഥത്തിലാണ് നാഗ എന്ന് പറയുന്ന ഒരു ഇത് വരുന്നത്. അത് ശിവസ്വരൂപമായിട്ട് സന്യാസിമാര് നാഗ സാധുക്കള് ശിവസ്വരൂപമായി തന്നെയാണ് പരിഗണിക്കപ്പെടുന്നത്. നേരത്തെ പറഞ്ഞല്ലോ അഖാഡകളെ കുറിച്ച്. അഖാഡകളിലെ ശങ്കര ദശനാമി പരമ്പരയിലുള്ള സന്യാസി അഖാഡകളിലെ സാധുക്കളെയാണ് നാഗ സാധുക്കൾ എന്ന് പറയുന്നത്. നമുക്കറിയാം, ഈ അപൂർവമായാണ് മലയാളികൾ മഹാമണ്ഡലേശ്വർമാരാകുന്നത്. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ മലയാളികൾക്ക് ഇതിനെക്കുറിച്ചുള്ള വിവരം കുറയും. ഇതുവരെയും 4 മലയാളികൾ മാത്രമാണ് ആ പദവിയിൽ എത്തിയത്. എന്താണ് അങ്ങേക്ക് തോന്നുന്നത്? എന്തുകൊണ്ടാണ് അങ്ങനെ? ഒന്ന്, മലയാളികൾക്ക് പല കാര്യങ്ങളെക്കുറിച്ചും അറിവ് കുറവാണ്. ഈ കാര്യത്തിൽ മാത്രമല്ല, അത് ഒരു സംസ്കാരവുമായി അടുത്തിടപഴകുന്നതിൽ മലയാളികൾക്ക് ഇടക്കാലത്ത് സംഭവിച്ചു പോയിട്ടുള്ള ഒരു പിന്നോട്ട് പോക്കിൽ നിന്നുണ്ടായ ഒരു ഇതാണ്. 50-60 വർഷങ്ങൾക്ക് മുമ്പാണ് കേരളത്തിൽ നിന്ന് 3 ആളുകൾ നിരഞ്ജനി അഖാഡയിൽ, അവരെല്ലാം നിരഞ്ജനി അഖാഡയിൽ എന്നായിരുന്നു എന്നാണ് നമ്മുടെ ഒരു അറിവ്. നിരഞ്ജനി അഖാഡയിൽ മഹാമണ്ഡലേശ്വരാകുന്നത്. സ്വാമി കാശികാനന്ദഗിരി അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ തന്നെ കേരളത്തിൽ നിന്ന് പോയി കാശിയിലെ ദക്ഷിണാമൂർത്തി മഠത്തിലെ ആചാര്യനായിരുന്നു. അവിടെ നിന്നാണ് നിരഞ്ജനി അഖാഡയുടെ മഹാമണ്ഡലേശ്വരാകുന്നത്. പിന്നെ സ്വാമി രാമാനന്ദ മഹാരാജ് അദ്ദേഹം ഋഷികേശിൽ നിന്നാണ്. പിന്നെ ഗുജറാത്തിൽ നിന്നുള്ളൊരു മഹാത്മാവ് മഹാമണ്ഡലേശ്വരായിരുന്നു. ഇതെല്ലാം 50-60 വർഷങ്ങൾക്ക് മുമ്പാണ്. അതിൽ അവസാനത്തെ അദ്ദേഹമായിരുന്നു കാശികാനന്ദഗിരി മഹാരാജ്. പിന്നീട് അത്തരത്തിലുള്ള, അതായത് ആ കാലത്ത് കേരളത്തിൽ നിന്ന് അവരുടെ പ്രവർത്തന രംഗം കേരളമായിരുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം അവർ വളരെ ചെറുപ്പത്തിൽ തന്നെ ജ്ഞാനാന്വേഷണവുമായി ഉത്തരദിശയിലേക്ക് യാത്ര ചെയ്യുകയും ഹിമാലയത്തിലും കാശിയിലും ഒക്കെ എത്തിച്ചേരുകയും അവിടെ നർമ്മദാ തടത്തിലും ഒക്കെ എത്തിച്ചേരുകയും അവിടെ നിന്ന് അവിടം കേന്ദ്രമാക്കിയിട്ട് ആധ്യാത്മിക തപസ്സിൽ ഏർപ്പെടുകയും അങ്ങനെ അഖാഡകളുടെ മഹാമണ്ഡലേശ്വർ പദവിയിലേക്ക് എത്തുകയാണ് ചെയ്തത്. ഇവിടെ ഇപ്പോ നമ്മൾ കേരളത്തിൽ നിന്നും കുംഭമേളകളടക്കം ഇത്തവണത്തെ കുംഭമേളയിൽ വലിയ രീതിയിലുള്ള ഒരു പങ്കാളിത്തമാണ് കേരളത്തിൽ നിന്നുണ്ടായിരിക്കുന്നത്, മുമ്പുള്ള ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട്. അപ്പോൾ അതിന്റെ ഒരു തുടർച്ചയായിട്ട് തന്നെ കേരളം കേന്ദ്രമാക്കിയിട്ടുള്ള ഒരു ശങ്കര ജന്മഭൂമിയിൽ നിന്ന് ഈ അഖാഡകളെയും കുംഭമേളകളെയും എല്ലാം പുനഃസംഘാടനം പുനഃസ്ഥാപനം ഒക്കെ ചെയ്ത് വ്യവസ്ഥ ചെയ്ത ശ്രീ ശങ്കര ജന്മഭൂമിയിൽ നിന്നുകൂടി ഒരു നിയോഗം പോലെ ആ ഒരു ഗദ്ദി നമുക്ക് നിയോഗിക്കപ്പെട്ടിരിക്കുകയാണ് എന്ന് വേണം ഞാൻ കരുതുന്നു.
സ്വാമി, ആ രീതിയിൽ തന്നെയാണോ അഖാഡയുടെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്? അതായത് നമുക്കറിയാം, ആത്മീയതയിൽ അധിഷ്ഠിതമാണെങ്കിൽ പോലും ചില ഇടപെടലുകൾ വേണം എന്നുള്ളൊരു കാലഘട്ടം കൂടിയാണ്. പ്രത്യേകിച്ച് ഈ കട്ടിംഗ് സൗത്ത് എന്ന പേരിൽ ഇടത് മുസ്ലിം ബെൽറ്റ് വലിയ ക്യാമ്പയിൻ നടത്തുമ്പോൾ നമ്മുടെ ദക്ഷിണ ഭാരതത്തിലടക്കം അഖാഡയുടെ പ്രവർത്തനങ്ങൾ ഏത് രീതിയിൽ വ്യാപിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്? ഹൈന്ദവ സമാജത്തിന്റെ സനാതന ധർമ്മത്തിന്റെ ശാക്തികമായ മുഖമാണ് അഖാഡകളുടെ സന്യാസ പരമ്പരയുടെയും. സമാജത്തെ, ധർമ്മത്തെ ശക്തിപ്പെടുത്തുക, സംരക്ഷിക്കുക എന്നുള്ളതിൽ ഊന്നി നിന്നുകൊണ്ടാണ് അഖാഡകൾ പ്രവർത്തിക്കുന്നത്. ആ അഖാഡകൾക്ക് വിദ്വത കൊണ്ടും പാരമ്പര്യം കൊണ്ടും നേതൃശേഷി കൊണ്ടും അഖാഡകളെ നയിക്കുന്ന അഖാഡകൾക്ക് മാർഗനിർദ്ദേശം നൽകുന്ന പദവിയാണ് മഹാമണ്ഡലേശ്വരന്റേത്. അപ്പോ നമ്മളെ മഹാമണ്ഡലേശ്വരായിട്ട് അഖാഡ നിയോഗിച്ചിരിക്കുന്നത് കേരളം ശ്രീശങ്കര ജന്മഭൂമി കേന്ദ്രമാക്കിക്കൊണ്ട് ദക്ഷിണ ഭാരതത്തില് അഖാഡകളുടെ പ്രവർത്തനം വ്യാപിപ്പിച്ച് അതിലൂടെ സമാജത്തെ ശക്തിപ്പെടുത്താനും ധർമ്മത്തെ സംരക്ഷിക്കാനും വേണ്ടിയിട്ടാണ്. ഞങ്ങൾ തുടക്കത്തിൽ അങ്ങയെക്കുറിച്ചൊരു ലഘു വിവരണം പ്രേക്ഷകർക്ക് നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്കടക്കം ഞങ്ങൾക്കും ഉണ്ടായ ഒരു ചെറിയ സംശയം, ഒരു വിപ്ലവ പാർട്ടി നേതാവ് എങ്ങനെ സന്യാസിയായി മാറി എന്നുള്ളത്, ആ യാത്ര അറിയാൻ താല്പര്യമുണ്ട്. സ്വാഭാവികമായിട്ടുള്ള ഒരു യാത്രയായിട്ട് സ്വാഭാവികമായിട്ടുള്ള ഒരു പരിണാമമായിട്ടാണ് നമ്മളതിനെ മനസ്സിലാക്കുന്നത്. ഒരു യാത്രയിൽ നമ്മൾ ഓരോരോ ദൂരങ്ങൾ പിന്നിട്ടുകൊണ്ട് കൂടുതൽ നമ്മൾ ഒരു ലക്ഷ്യത്തിലേക്ക് അടുക്കുന്നു എന്ന് വേണം കരുതാൻ എന്ന് തോന്നുന്നു. ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെതായിട്ടുള്ള ഒരു കാലഘട്ടവും മാധ്യമ പ്രവർത്തനത്തിൻ്റെതായിട്ടുള്ള ഒരു കാലഘട്ടവും ഉണ്ടായിരുന്നു. ഓരോ കാലഘട്ടത്തിലും നമുക്ക് പുതിയ അറിവുകൾ നമ്മളിലേക്ക് വന്നു ചേരുകയും മുമ്പ് നമ്മൾ മനസ്സിലാക്കിയതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പല കാര്യങ്ങളെയും നോക്കിക്കാണാൻ ആരംഭിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഭാരതത്തിന്റെ അതിപുരാതനമായിട്ടുള്ള ഒരു സംസ്കൃതിയിലേക്ക്, ആ സംസ്കൃതിയുടെ ഭാഗമായിട്ടുള്ള പരമ്പരയിലേക്ക് ആകർഷ്ടനാവുകയും അങ്ങനെ ഇതിന്റെ ഭാഗമായിട്ട് തുടരാൻ തീരുമാനിക്കുകയാണ് ഉണ്ടായത്. അതെ, അതോടൊപ്പം സ്വാമി, അവസാനമായി ഇത്തവണത്തെ കുംഭമേളയുടെ പ്രത്യേകത, ഈ കുംഭമേളയിൽ പങ്കെടുക്കുന്നവരൊക്കെ ആര് എന്നതും കൂടി അറിയാനുള്ള താല്പര്യമുണ്ട്. കുംഭമേളയിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതായത് 13 അഖാഡകള്, ആ അഖാഡകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ അഖാഡകളുടെ മഹാമണ്ഡലേശ്വർമാര്, അഖാഡകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആശ്രമങ്ങള്, ഇത്രയും പേരാണ് കുംഭമേള നടത്തുന്നത് അല്ലെങ്കിൽ കുംഭമേളയെ നയിക്കുന്നത്. പക്ഷെ അതോടൊപ്പം തന്നെ കുംഭമേള നഗരി എന്ന് പറയുന്നത് ഭാരതത്തിലെ മുഴുവൻ പരമ്പരകളും, ഇപ്പോൾ ഔദ്യോഗികമായി മേളയിൽ ഷഹീസ്നാന ദിവസം ആചാരപരമായി സ്നാനം ചെയ്യുന്ന പരമ്പരകൾ മാത്രമല്ല, അങ്ങനെ സ്നാനം ചെയ്യാത്ത ആ സ്നാനത്തിൽ സ്ഥാനമില്ലാത്ത പരമ്പരകൾ കൂടി എല്ലാവരും കുംഭമേള നഗരിയിലെത്തുകയും അതിൽ വലിയ മഹാത്മാക്കളുണ്ട്, അവരെല്ലാവരും കുംഭമേള നഗരിയിലെത്തുകയും 2 മാസക്കാലം ഇവിടെ തമ്പ് കെട്ടി താമസിക്കുകയും. ഇപ്പൊ ഒരു ആധ്യാത്മിക യജ്ഞം നടക്കുന്ന സ്ഥലത്ത്, നമ്മൾ ക്ഷേത്രങ്ങളിലോ ഇതൊക്കെ ഒരു ആധ്യാത്മിക യജ്ഞം നടക്കുന്ന സ്ഥലത്തുള്ള ഒരു അനുഭൂതി എന്താണെന്ന് അതുമായി ബന്ധപ്പെടുന്നവർക്കറിയാം. ഇവിടെ ഒരേ സമയം, ഈ 2 മാസത്തോളം സമയം ഒരേ സമയം ഈ ഭൂമിയിൽ ഏറ്റവും ചുരുങ്ങിയത് 1 ലക്ഷം ആധ്യാത്മിക യജ്ഞങ്ങളാണ് വിവിധ ശിബിരങ്ങളിൽ നിന്ന്, 3 ലക്ഷത്തോളം ആശ്രമങ്ങളുടെ ശിബിരങ്ങളാണ് ഇവിടെ ഉള്ളത്, അവിടെ നിന്ന് നടത്തുന്നത്. അപ്പോ ആ ഒരു ഇപ്പൊ നമ്മള് നമ്മുടെ ശിബിരത്തില് ഇരുന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഇങ്ങനെ 3 ലക്ഷത്തോളം ശിബിരങ്ങളുണ്ട്. അതിൽ ഏറ്റവും ചുരുങ്ങിയത് 1/3 ശിബിരങ്ങളിലെങ്കിലും ആധ്യാത്മിക യജ്ഞങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കും ഏത് സമയത്തും. അപ്പൊ അങ്ങനെ 1 ലക്ഷം ആധ്യാത്മിക യജ്ഞങ്ങൾ, യാഗങ്ങളായിട്ട്, യജ്ഞങ്ങളായിട്ട്, അർച്ചനകളായിട്ട് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഭൂമിയിലാണ് ഓരോ മനുഷ്യനും കുംഭമേള നഗരിയിൽ നിൽക്കുന്നത്. വളരെ നന്ദി സ്വാമി. കാരണം ആ പുണ്യ നഗരിയിൽ നിന്നാണ് നമ്മളോടൊപ്പം അതിഥിയായി ചേർന്ന വിശേഷങ്ങൾ പങ്കുവച്ചത്. വളരെയധികം നന്ദി. ഒരിക്കൽ കൂടി അങ്ങേക്ക് ആശംസകൾ അറിയിക്കുകയാണ്. ഒപ്പം അങ്ങയോട് സംസാരിക്കാൻ കഴിഞ്ഞതിൽ ഒരു വലിയ ഭാഗ്യമായി തന്നെ. അതെ, നമുക്കും അതോടൊപ്പം തത്സമയം കാണാൻ കഴിഞ്ഞ പ്രേക്ഷകർക്കും ഒക്കെ ഇതൊരു വലിയ ഭാഗ്യമായാണ് തോന്നുന്നത്. ഇത് മാത്രമല്ല, അഖാഡകൾ സംബന്ധിച്ച് കൂടുതൽ മലയാളികൾ മനസ്സിലാക്കുന്നതിനും അതിലേക്ക് ആകർഷകരാകാനും ഒക്കെ ഇതൊരു അവസരമായി കൂടി കാണട്ടെ എന്നുകൂടിയാണ് കരുതുന്നത്. വളരെ നന്ദി സ്വാമി. പുത്തൻപുലരിയിൽ അങ്ങനെ നമ്മുടെ പുത്തൻപുലരിയെ ധന്യമാക്കിയിരിക്കുകയാണ് ജൂന അഖാഡയുടെ മഹാമണ്ഡലേശ്വരായി അഭിഷേകം ചെയ്ത യുവ മലയാളി സന്യാസി സാധു ആനന്ദവനം ഭാരതി. പുത്തൻപുലരിയിൽ അതിഥിയായി ചേർന്നതോടെ കുറേ അധികം കാര്യങ്ങളാണ് അദ്ദേഹം നമ്മളോട് പങ്കുവച്ചത്.